ഇപ്പോൾ നമുക്കൊപ്പം VK പ്രമോദ് ഉണ്ട്. അദ്ദേഹം പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റാണ്. ശ്രീ പ്രമോദ്, ഞാൻ ഒരു പേരാമ്പ്രയ്ക്കടുത്ത് ചെക്കട്ടപാറയാണ് എൻ്റെ ദേശം, എൻ്റെ നാട് അവിടെയാണ്. അവിടെ ഈ ആന ഇറങ്ങുന്നതും ഇത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. പക്ഷേ പേരാമ്പ്ര ബൈപ്പാസിലൂടെ ഉൾപ്പെടെ ആന ഇങ്ങനെ കടന്നു പോകുന്നതൊക്കെ ഇതാദ്യമായിട്ടാണെന്ന് എൻ്റെ ഓർമ്മയിൽ ഇതാദ്യമാണ്, ഇങ്ങനെ മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ തിരുവോണ ദിവസമാണ്, അങ്ങിപ്പോൾ നമ്മുടെ ചാനലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റിടങ്ങളിലൊക്കെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. അതെ, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. പേരാമ്പ്ര ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ അറിയുന്നത്. പേരാമ്പ്ര ഭാഗത്തേക്ക്, പേരാമ്പ്ര പട്ടണത്തിലേക്ക്, പട്ടണത്തിനടുത്തുള്ള ഒരു നെടുഞ്ഞിരിപ്പറ്റ മല എന്ന് പറയുന്ന മലയിലേക്ക് ആന വന്നു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇടപെട്ടു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വിവരം അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങി. ആളുകൾ ഒഴിഞ്ഞു മാറി നിൽക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇതുവരെ പേരാമ്പ്ര ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കര ഭീതിയിലായിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലാണെങ്കിൽ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെ തേടി എത്തി. ചക്കിട്ടപ്പാറ നല്ല ആത്മവിശ്വാസം നൽകുകയാണ്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് പേരാമ്പ്ര പഞ്ചായത്തിന്റെ ഭാഗത്ത് അത് മാറി കൂട്ടാളി നിങ്ങളുടെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലേക്ക് തന്നെ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പൊ ഇത് എത്ര പ്രദേശത്തുള്ള ആളുകൾ ഈ ജാഗ്രതയിലായിരിക്കേണ്ടി വരും? പേരാമ്പ്രയിൽ നിന്ന് ചെക്കട്ടപ്പാറ പ്രദേശത്തേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പേരാമ്പ്ര ചക്കിട്ടപ്പാറ കൂട്ടാളി ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം ചങ്ങരോത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ 4 പഞ്ചായത്തിലുള്ള ആളുകൾ ജാഗ്രതപ്പെടേണ്ടതുണ്ട്. കാരണം ഇപ്പോ ആന ഈ ചൂട് കൂടുന്നതോടുകൂടി തന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വന്ന വഴിയിലൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണല്ലോ. നിങ്ങൾ ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കാണിച്ച ഭാഗമുണ്ടല്ലോ, അതിങ്ങോട്ട് വന്ന കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട ഭാഗങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോ ആന പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിപ്പോ നമ്മള് എത്ര മണിക്കൂറായിട്ട് ആന ഇങ്ങനെ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ട്? ഇത് രാവിലെ 5:30-6 മണി മുതൽ ഉള്ള അനുഭവമാണ്. ഇപ്പോ ഒരു 11:30-12 മണിക്ക് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയിൽ നിന്ന് ആന ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഈ എങ്ങനെയാണ് ഈ ആനയെ, അതായത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ എന്ത് നടപടികളൊക്കെ ഇപ്പൊ തുടരുന്നത്? ഇത്രയും പഞ്ചായത്തുകളെയൊക്കെ ഭീതിയിലാഴ്ത്തുക, അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമൊക്കെയാണല്ലോ. ശക്തമായ ഇടപെടലാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന്. ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയുള്ള ഇടപെടലാണ്. കാരണം അറിഞ്ഞ ഉടനെ തന്നെ നാനാഭാഗത്തു നിന്നുള്ള ഫോറസ്റ്റ് ജില്ലയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി. പോലീസ് അവിടെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ജനങ്ങൾ പിന്നെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒഴിവാക്കി തന്നാൽ തന്നെ ആന ആ വഴി പോകും എന്നുള്ള അഭിപ്രായം അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അല്ല, ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും പലയിടത്തും ഓണപരിപാടികളൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നൊക്കെ അത്ര പ്രായോഗികമായതും ആയിരിക്കില്ല. അപ്പോൾ എങ്ങനെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടിയൊക്കെ എങ്ങനെയായിരിക്കും? ആൾക്കൂട്ടത്തോട് നമ്മൾ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി എല്ലാ ആളുകളോടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ജനങ്ങൾ നല്ല നിലയിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആളുകളൊക്കെ തന്നെ സഹകരിച്ച് മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയുണ്ട്. മാത്രമല്ല 1-2 മണിക്കൂർ കൊണ്ട് ഇത് പിന്നെ പെരുവണ്ണാമൊഴി വഴി കാട്ടിലേക്ക് കയറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് അദ്ദേഹമാണ് സംസാരിച്ചത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആനയെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. പേരാമ്പ്രയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നതെങ്കിൽ 3-4 പഞ്ചായത്തുകൾ, ചെങ്ങരോത്ത്, ചക്കട്ടപ്പാറ, പേരാമ്പ്ര തുടങ്ങി മറ്റൊരു പഞ്ചായത്തിലെ പേരുകൂടി അദ്ദേഹം പറഞ്ഞു, അത് വിട്ടുപോയി. കുത്താളി ഇവിടങ്ങളിലൊക്കെ ആന പോകാനുള്ള സാധ്യതയുണ്ട്. ചക്കട്ടപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ പെരുവണ്ണാമൂഴി വനമേഖലയിലേക്കായിരിക്കും ഇനി ആനയെ തുരത്തേണ്ടി വരിക. വനംവകുപ്പ് പിന്നാലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു.